കൊല്ലത്ത് KSRTC സ്വിഫ്റ്റ് ബസ് വെള്ളക്കെട്ടിൽ കുടുങ്ങി. കൊട്ടിയത്താണ് 45 യാത്രക്കാരുമായി വന്ന ബസ് കുടുങ്ങിയത്. ബസിന്റെ സെൻസർ കേടായതോടെ വാഹനം പിന്നെ സ്റ്റാർട്ടായില്ല. യാത്രക്കാരെ മറ്റൊരു ബസ്സിൽ കയറി വിട്ടു. ദേശീയപാത നിർമ്മാണ ജീവനക്കാരെത്തി പിന്നീട് വെള്ളക്കെട്ട് പരിഹരിച്ചു. ദിലീപ് ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്. ദിലീപ്, ഇന്നലെ പെയ്ത കനത്ത മഴയിലാണോ വെള്ളക്കെട്ട് രൂപപ്പെട്ടതും ബസ് വന്ന് ഈ വെള്ളക്കെട്ടിൽ കുടുങ്ങുന്നതും? ഡോക്ടർ അരുൺകുമാർ, ഇന്ന് പുലർച്ചെ പെയ്ത മഴയിലാണ് ഏകദേശം 2 മണിക്കൂർ മഴ പെയ്തിട്ടുള്ളൂ. അപ്പോഴേക്കും ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തൊക്കെ വെള്ളം വലിയ തോതിൽ വന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. വെള്ളം ഉയർന്നതോടുകൂടെ KSRTC ബസ്സിൻ്റെ ഈ ഭാഗത്തോളം വെള്ളം കയറി. ഇതോടെയാണ് ഇതിൻ്റെ സെൻസർ തകരാറിലാകുകയും ചെയ്ത് പിന്നീട് ഇത് സ്റ്റാർട്ടായിട്ടില്ല. യാത്രക്കാരെ മറ്റൊരു ബസ്സിൽ കയറ്റി വിടുകയും ചെയ്തു. ചേട്ടാ, വെള്ളക്കെട്ട് തന്നെയാണ് പ്രശ്നം ഉണ്ടായത്? വെള്ളക്കെട്ട് തന്നെയാണ്. എന്താ പറ്റി? എല്ലാ വണ്ടികളും വരുന്ന വിട്ടത് നമ്മൾ വരികയായിരുന്നു ഇങ്ങനെ. അപ്പോൾ വണ്ടി പെട്ടെന്ന് വെള്ളത്തിൽ ഇറങ്ങുകയും വണ്ടി ഓഫ് ആവുകയും ചെയ്തു. സെൻസർ പോയി. സെൻസർ ആവാൻ ചാൻസ് ഇല്ല. മിക്കവാറും ഇതിൻ്റെ എയർ ഫിൽറ്റർ കംപ്ലൈൻ്റ് ആയിരിക്കും. യാത്രക്കാരൊക്കെ വേറെ മറ്റു ബസ്സിൽ പുറകെ വേറെ ബസ് ഉണ്ടായിരുന്നു. KSRTC വേറെ ഉണ്ടായിരുന്നു, അതേ കയറ്റി വിട്ടു. അങ്ങനെ യാത്രക്കാരെ മറ്റു ബസ്സിൽ കയറ്റി വിട്ടു. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സ്ഥലമാണ്. ചേട്ടാ, ഇവിടെ ഒരു മഴ പെയ്ത് അങ്ങനെ വെള്ളമാണോ? സ്ഥിരമുള്ളതായത് എന്നോ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ മുട്ടിനൊപ്പം വെള്ളം കാണും. അതുകൊണ്ട് കടയൊക്കെ നിങ്ങളുടെ കട നമ്മുടെ കടയിലേക്കല്ല, ഇച്ചിരി താഴെ മുന്നോട്ടാണ്. ആ കടകളിലെല്ലാം വെള്ളം കയറും. എന്താണ് വിഷയം? ഓടയിൽ ഹോളിടാത്തതാണ് വിഷയം. ഓട അടച്ചു വെച്ചിരിക്കുകയാണ് മൊത്തം. ഓവുചാലുകൾ അടച്ചു വെച്ചിരിക്കുകയാണ് മൊത്തം. പരിഹരിച്ചില്ല. അവർ വെള്ളം തുറന്നു വിട്ടുന്നേ ഉള്ളൂ. വീണ്ടും മഴ പെയ്യുമ്പം വീണ്ടും ഈ ഓവുചാൽ അടച്ചു വെച്ചിരിക്കുക വെച്ചാൽ ഇതിൻ്റെ പണികൾ തീരാത്തതുകൊണ്ട് അവർ ഹോളുകളെല്ലാം മേളത്തെല്ലാം അടഞ്ഞിരിക്കുക. അത് തുറക്കണം. തുറന്നു കഴിഞ്ഞാൽ ഈ വെള്ളം അതിനകത്തോട്ട് ഇറങ്ങിയാൽ പോകും. അപ്പുറത്തെ കടകളിലെല്ലാം വെള്ളം കയറി നാശമായിട്ടുണ്ട്. മഴ പെയ്ത കൊട്ടിയും ഇവിടെ വെള്ളത്തിലാവും. ഇവിടെ 2 ഇറക്കം, കിംസിൻ്റെ അവിടെ നിന്നുള്ള ഇറക്കവും കൊട്ടിയത്തു നിന്നുള്ള വെള്ളവും മൊത്തം ഇവിടെ കെട്ടുന്നത്. ഡോക്ടർ അരുൺകുമാർ, എൻ്റെ അടുത്ത് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇത് എൻ്റെ വലതുവശത്ത് കാണുന്നത് കിംസ് ഹോസ്പിറ്റലിൻ്റെ ഭാഗമാണ്. ഇടതുവശത്ത് ഈ കൊട്ടിയം ഭാഗവും. മുകളിൽ നിന്ന് ഇറക്കമാണ്, അവിടെ നിന്നും ഇറക്കമാണ്. ഇവിടെ ഒരു സ്ലോപ്പ് പോലെ വന്ന് ഈ ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുന്നു എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. എന്തായാലും ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ പ്രദേശം വെള്ളത്തിലാകുന്നു എന്നുള്ള അല്പം മുമ്പ് തന്നെ ഇവിടെ ഓവുചാലൊക്കെ അടഞ്ഞു നിൽക്കുന്നത് തന്നെ ആയിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ ഞാൻ കാണിച്ചു തരാം. അതൊക്കെ ഓവുചാലെല്ലാം തന്നെ മണ്ണിട്ട് മൂടിയ അല്ലെങ്കിൽ ചെളി നിറഞ്ഞ് അടഞ്ഞ നിലയിലാണ്. എല്ലാ ഓവുചാലുകളും ഇങ്ങനെ അടഞ്ഞു നിൽക്കുകയാണ്. അതുതന്നെയാണ് വെള്ളം കെട്ടിക്കിടക്കാനുണ്ടായ കാരണം. അല്പം മുമ്പ് ജീവനക്കാരെത്തി സ്ലാബ് തുറന്നപ്പോഴാണ് വെള്ളം മുഴുവൻ ഇവിടെ നിന്ന് ചോർന്നു പോകുകയും ചെയ്തത്. സ്ലാബ് ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ ദിലീപ്, ആൾക്കാരൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്നൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ബസ്സിലെ യാത്രക്കാരും ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും, കാൽനട യാത്രക്കാർ ബുദ്ധിമുട്ടും. മഴ പെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അത് ശരിയല്ല. ദേശീയപാത നിർമ്മാണ അതോറിറ്റി എത്രയും പെട്ടെന്ന് ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. മഴ പെയ്താൽ ഇനി അങ്ങോട്ട് മഴക്കാലം വരാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് കൊട്ടിയം വെള്ളക്കെട്ടിലാവുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.